ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പം ഇന്ന് മെയ് 10 പ്രത്യേകത എന്ന് പറയുമ്പോൾ മാതൃദിനം. അപ്പോൾ ഒരു അമ്മ എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ മൂല്യം നമുക്ക്, അമ്മയുടെ മാത്രമല്ല കേട്ടോ, ഒരു അച്ഛൻ്റെ മൂല്യം നമുക്ക് അത് അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം എന്നല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, നമുക്കൊരു ജന്മം കൊണ്ട് പോലും തീർത്താൽ തീരാത്ത കടപ്പാടുള്ളതാണ്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് അച്ഛനായിട്ടൊരു ദിവസം, അല്ലെങ്കിൽ ഈ ഫാദേഴ്സ് ഡേ അല്ലെങ്കിൽ മദേഴ്സ് ഡേ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ദിവസം കൊണ്ട് തീരുന്നതാണോ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഓർമ്മകൾ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോടും അമ്മയോടുള്ള കടപ്പാടുകൾ? അല്ലേ, ഒരിക്കലും അല്ല. അപ്പോൾ എന്നാലും നാടോടുമ്പ് നടുവേ ഓടണം എന്ന് പറയുന്ന പോലെ ഓരോന്നിനും ഓരോ ദിവസം, അത് വനിതാ ദിനം, അതുപോലെ ഫാദേഴ്സ് ഡേ, ബ്രദേഴ്സ് ഡേ, അങ്ങനെയൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു ദിവസം അങ്ങനെ ആഘോഷിക്കുന്നത് കൊണ്ട് നമ്മൾ പറയണമെന്ന് മാത്രം. പക്ഷേ ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് ഒരു ജന്മം കൊണ്ടുപോലും നമുക്ക് അവരോടുള്ള കടപ്പാട് മറക്കാനോ അവരോടുള്ള സ്നേഹം നമുക്ക് മറക്കാനോ കഴിയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ദിവസം മാത്രമല്ല, ഒരു ജന്മം മുഴുവനും നമുക്കിതുപോലെ തന്നെ ദിനമായിട്ടും അതുപോലെ തന്നെ പിതൃദിന ആയിട്ടും നമുക്ക് ആഘോഷിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ദിവസം എല്ലാറ്റിനും കണ്ടെത്തുന്നത് പോലെ പരിസ്ഥിതി ദിനം, അല്ലെങ്കിൽ അങ്ങനെ ടീച്ചേഴ്സ് ഡേ, അങ്ങനെ ഓരോന്നിനും ഓരോ ദിവസം പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇതിനും മദേഴ്സ് ഡേക്കും ഫാദേഴ്സ് ഡേക്കും വുമൻസ് ഡേ ഒക്കെ നമ്മൾ ഇങ്ങനെ ഒരു ദിവസം കൊണ്ടാടുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ കൊണ്ടാടുമ്പോൾ ഒരു അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ജന്മം കൊണ്ട നാൾ മുതൽ നമ്മളെ 9 മാസം 9 ദിവസം 9 നാഴിക വിനാഴിക എന്നൊക്കെ പറയുക. എന്തായാലും ആ സമയങ്ങളിലൊക്കെ നമ്മളെ അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അല്ലേ, നമ്മൾ ആ ഒരു അവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളും ഓരോ അമ്മമാരാകുമ്പോഴാണ് നമുക്കതിൻ്റെ മാറ്റം അറിയുള്ളൂ അല്ലേ. അല്ലെങ്കിൽ അതിപ്പോൾ അമ്മയാണെങ്കിൽ പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവില്ല, അല്ലെങ്കിൽ വളർത്തിയത് കൊണ്ട് മാത്രം അമ്മയാവില്ല. നമ്മൾ കർമ്മം കൊണ്ടും അമ്മയാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കാനും കൊണ്ട് നടക്കാനും കഴിഞ്ഞാൽ തന്നെയാണ് അമ്മ എന്ന വാക്കിന് അർത്ഥമാവുള്ളൂ അല്ലേ. അല്ലാതെ നമ്മൾ വെറും ജന്മം കൊടുത്തത് കൊണ്ട് മാത്രം അമ്മയാവില്ല. അപ്പോൾ അതുപോലെ തന്നെ ആ അമ്മയുടെ കഷ്ടപ്പാടുകൾ, പ്രസവിച്ചു കഴിഞ്ഞാലും ജന്മം കൊടുത്തു കഴിഞ്ഞാലും ആ കുട്ടി ഒരു പരിധി എത്തുന്ന വരെ നമ്മൾ രാത്രിയും പകലും നമുക്ക് ഉറക്കമില്ല, ഊണുമില്ല, ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ മക്കളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് അവർ ഒരു പരിധിയിൽ എത്തുമ്പോഴാണ് പിന്നെ എന്നിട്ടും നമുക്ക് പേടിയല്ലേ, നമ്മുടെ മക്കൾ എവിടേക്കെങ്കിലും ഒന്ന് പോകുമ്പോൾ നമുക്ക് ആദ്യമാണ് അല്ലേ, വരേണ്ട സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പിടിച്ചിരിക്കും ഇല്ലേ. അപ്പോൾ അത് അമ്മമാരുടെ മനസ്സാണത്. അപ്പോൾ ആ മനസ്സുള്ളവർക്ക് മാത്രമേ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് അച്ഛൻ പുറമേക്ക് കുറച്ച് പരുക്കനാണെങ്കിലും തൻ്റെ സ്നേഹം മക്കളുടെ മുന്നിൽ കൂടുതലായിട്ട് കാണിച്ചില്ലെങ്കിലും ആ അച്ഛൻ്റെ മനസ്സും പിടയും. അതുപോലെ തന്നെ ഒരു കുട്ടി ജന്മം കൊണ്ട് കഴിയുമ്പോൾ ആ കുട്ടിയെ ലാളിക്കാനും കൊഞ്ചിക്കാനും കൊണ്ടു നടക്കാനും അമ്മ ചെയ്യുന്നതിൻ്റെ പകുതി കാര്യങ്ങൾ അച്ഛൻ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നു. ഇപ്പോൾ പണ്ട് കാലത്തിനൊക്കെ കൂടുതലാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നതും അല്ലേ. അങ്ങനെയല്ലേ. ഇപ്പോൾ ചിലപ്പോൾ അവർ അണുകുടുംബമായിട്ട്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ജോലി സ്ഥലത്താണ്, നമുക്ക് നാട്ടിൽ നിന്നൊന്നും ആർക്കും വരാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നെങ്കിൽ ഡെലിവറി കഴിഞ്ഞാൽ പോലും ഈ അമ്മയും അച്ഛനും കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അവർ ഷെയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ കുട്ടിയുടെ ഇപ്പം നമ്മൾ കുട്ടി അപ്പിയിട്ട് കഴിഞ്ഞാൽ അപ്പി മാറ്റാനും കുട്ടീനെ തുടപ്പിക്കാനും എല്ലാം അച്ഛന്മാരും ശ്രമിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു സ്നേഹം അല്ലെങ്കിൽ കടപ്പാട് നമുക്ക് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, നമ്മുടെ ജന്മം മുഴുവനും ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് ശേഷം അവരൊക്കെ മക്കളൊക്കെ വളർന്ന് വലുതായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാർ പിന്നെ കുട്ടികളെ പോലെയാണ്. അപ്പോൾ നമ്മൾ അവരുടെ അച്ഛനമ്മമാരെ പോലെ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും അല്ലേ. പിന്നെ നമുക്ക് അമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ്, പെൺകുട്ടികളുടെ കാര്യം ഞാൻ പറയുന്നത്, പെൺകുട്ടികൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി ഭർത്തൃ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഒരു പരിധി വരെയൊക്കെ പിടിച്ച് നിൽക്കും, ആരോടും പറയാതെ. അല്ലെങ്കിൽ അവനവന് ഭാര്യയും ഭർത്താവും മക്കളായിട്ട് ജീവിക്കുകയാണെങ്കിൽ പോലും തങ്ങളുടെ ജീവിതത്തിൽ മക്കളുടെ എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ മകൾക്ക് ധൈര്യമായിട്ട് പറയാനുള്ളൊരു ഉടമ, അല്ലെങ്കിൽ ആ ഒരു നമുക്ക് എന്തും പറയാൻ, അല്ലെങ്കിൽ ആ നെഞ്ചിലും തല ചായച്ച് നമുക്ക് കരയാനും ഒക്കെ സാധിക്കുന്നത് നമ്മുടെ അമ്മ ഉണ്ടെങ്കിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗ്യം അമ്മ ഉള്ളത് കൊണ്ട് മാത്രമായില്ല കേട്ടോ. നമ്മുടെ അമ്മയ്ക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും കഴിവുള്ള ഒരു അമ്മ ആയിരിക്കണം. കഴിവുള്ള അമ്മ ഞാൻ പറയാൻ കാരണം സാമ്പത്തികം കൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, മനുഷ്യ മനസ്സ് വിട്ടുപോകാത്ത, അതായത് ഇന്നൊക്കെ എല്ലാവർക്കും ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തൻ്റെ മകളുടെ വിഷമം എന്താ, അല്ലെങ്കിൽ തൻ്റെ മകൾക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് ഒന്നും അറിയാത്ത പോലെ തൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ
തൻ്റെ വിഷമങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയായി കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് അമ്മയുടെ അടുത്ത് മകൾക്ക് തൻ്റെ വിഷമങ്ങൾ പറയാനായിട്ട് കഴിയില്ല അല്ലേ. അപ്പോൾ അതൊരു തീരാ നോവ് തന്നെയാണ്. ആ നോവ് അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട്. ഞാനും ആ നോവ് അനുഭവിക്കുന്ന ഒരു മകളാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കറിയാം. കാരണം പലപ്പോഴും മറ്റുള്ളവർ അവരുടെ വിഷമങ്ങൾ അവരുടെ അമ്മമാരോട് പറയുമ്പോൾ നമുക്കത് പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. ചില സമയങ്ങളിലൊക്കെ നമുക്ക് നെഞ്ചി പൊട്ടിപ്പോകുന്ന പോലെ വിഷമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അമ്മമാരോട് പങ്കുവെക്കുമ്പോൾ നമ്മുടെ അമ്മമാർ നമ്മളെ ആശ്വസിപ്പിക്കുമ്പോൾ ഒന്നും തന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഒന്നും അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും നമ്മളെന്ന് കരുതലോടുകൂടി നമ്മളെ ഒന്ന് പിടിച്ച് നമ്മളോട് ആശ്വസിപ്പിക്കുമ്പോൾ ആ ഒരു ആശ്വാസം വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അനുഭവിക്കാൻ പറ്റാത്തവരും ഒരുപാടുണ്ട്. അല്ലെങ്കിൽ അമ്മമാർ നഷ്ടപ്പെട്ടു പോയ മക്കളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ മക്കൾക്കും അതുപോലെ തന്നെ എന്നെ പോലെ അനുഭവിക്കുന്ന മക്കൾക്കും അത് അറിയാം. അല്ലാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അമ്മമാരുടെ കാര്യങ്ങൾ അങ്ങനെ. അപ്പോൾ ഞാൻ പറയുകയാണ്, നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വിഷമം ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എത്രയോ പെൺമക്കൾ ഇന്ന് അവരവരുടെ അമ്മമാരേനെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എല്ലാ പണികളും ചെയ്യിപ്പിക്കും. എന്നിട്ട് ഇവർ വെറുതെ ഇരിക്കും, മക്കൾ വെറുതെ ഇരിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പിന്നെ അമ്മയ്ക്ക് വയ്യാതെ ആയി കഴിഞ്ഞാൽ എല്ലാ സഹോദരൻ്റെ അടുത്തേക്ക് ആക്കി കൊടുക്കുന്നവരുണ്ട്. കാരണം വയസ്സായി കഴിഞ്ഞാൽ നോക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അത് നമുക്കും അതുപോലെ പ്രായമായി കഴിഞ്ഞാൽ നമ്മളതിന് നമ്മുടെ മക്കളെ എന്താ ചെയ്യുക നമുക്കറിയില്ല. അപ്പോൾ നമ്മളതൊക്കെ ചിന്തിക്കണം. നമുക്ക് പരമാവധി നമുക്ക് പറ്റുന്ന പോലെ നോക്കുക. പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായ ഉപദ്രവങ്ങളോ മാനസികമായ ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് അത് സഹിക്കാൻ പറ്റില്ല. എങ്കിലും നമ്മുടെ അമ്മയല്ലേ കളയാൻ പറ്റുമോ? അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനല്ലേ കളയാൻ പറ്റുമോ? അപ്പോൾ നമ്മളങ്ങനെ ചിന്തിച്ച് നോക്കി പോവുകയാണ്. അപ്പോൾ നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവരോട് പറയും. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ അച്ഛനാണെന്നുണ്ടെങ്കിലും അല്ലേ, എനിക്കറിയാം എൻ്റെ അച്ഛൻ ഒറ്റ ദിവസം കൊണ്ടാണ് എൻ്റെ അച്ഛൻ ഞങ്ങളതിനെ വിട്ടു പോയത്. നമുക്ക് യാതൊരു അങ്ങനെ സംഭവിക്കുന്നുള്ളൊരു ചിന്ത കാര്യങ്ങളോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പോയി. പക്ഷെ അച്ഛൻ എപ്പോഴും പറയും, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചടങ്ങുകൾ, അതായത് എന്തെങ്കിലും കല്യാണങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പങ്കെടുക്കാതിരിക്കാൻ പാടില്ല, പങ്കെടുക്കണം, അങ്ങനെയാന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ എന്നിട്ടും എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഞാൻ 6 മാസം ഞാൻ എവിടേക്കും പോയില്ല, പൂ വെച്ചില്ല, അങ്ങനെയൊക്കെ ഞാൻ ഇരുന്നു കേട്ടോ. പക്ഷെ 6ാമത്തെ മാസം ഞങ്ങളുടെ അടുത്ത വീട്ടിൽ, അതായത് ഞങ്ങൾ എൻ്റെ അനിയൻ്റെ കൂട്ടുകാരൻ്റെ 5 പേരുണ്ട്, അവർ കൂട്ടുകാർ, അവരുടെ ഒരു പെങ്ങളുടെ കല്യാണമായിരുന്നു. അപ്പോൾ നിർബന്ധമായിട്ട് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. മനസ്സോടെയാണ് ഞാൻ പോയത് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നി എൻ്റെ അച്ഛൻ പറഞ്ഞതാണ് ശരി. നമ്മൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ 1 വർഷം നമ്മൾ എന്ന് പറഞ്ഞിട്ട് അല്ലേ ഒന്നും ഒരു ചടങ്ങുകൾക്കും കൂടില്ല, അമ്പലങ്ങളിൽ ഇപ്പോൾ നമ്മൾ പറ വെക്കില്ല, കാര്യങ്ങളൊന്നും ചെയ്യില്ല. പക്ഷെ നമുക്ക് ഈ 1 വർഷം മാത്രമാണ് അവർ നഷ്ടപ്പെട്ട വേദന ഉള്ളത്. നമ്മുടെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട മറ്റുള്ളവരായിക്കോട്ടെ, നമുക്ക് ഈ 1 വർഷം മാത്രമാണോ നമുക്ക് അവരെ കുറിച്ചുള്ള വേദന ഉണ്ടാവുള്ളൂ? അല്ലല്ലോ. നമ്മുടെ ജീവിതാവസാനം വരെ അല്ലെങ്കിൽ നമുക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം വരെ നമുക്ക് അത് ഉണ്ടാവില്ല. ആ ഒരു വേദന വിഷമം നമുക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സല്ലേ ദൈവത്തിൻ്റെ ഒരു ഇതാണ്. നമുക്ക് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിച്ചു പോകാനായിട്ട് നമുക്ക് കഴിയും. എങ്കിലും നമ്മൾ അവരെ ഓർക്കാതിരിക്കില്ലല്ലോ, എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഓർക്കില്ലേ. അപ്പോൾ നമ്മുടെ ജീവിതാവസാനം വരെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓർമ്മ പോകുന്നത് നഷ്ടപ്പെടുന്നത് വരെയും നമുക്ക് അവരുടെ ആ വേദന അല്ലെങ്കിൽ ആ വേർപാട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ 1 വർഷം മാത്രം നമ്മളിത് ആചരിച്ചിട്ട് എന്താ കാര്യം? ഈ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊക്കെ കല്യാണങ്ങൾക്ക് പോകുന്നുണ്ട്, ഓരോരോ സ്ഥലങ്ങളിലേക്ക് ടൂർ പോകുന്നുണ്ട്, അമ്പലങ്ങളിൽ നമ്മൾ പറക്കെ വന്നു കഴിഞ്ഞാൽ വെക്കുന്നുണ്ട്, പൂരം ആഘോഷിക്കുന്നുണ്ട്, വിഷു ആഘോഷിക്കുന്നുണ്ട്, ഓണം ആഘോഷിക്കുന്നുണ്ട്, ഈ ഉത്സവങ്ങൾ അല്ലെങ്കിൽ ഓരോ വർഷത്തെ ആണ്ടറുതികൾ എന്ന് പറയും നമ്മൾ, അതെല്ലാം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഈ മരിച്ച 1 വർഷം മാത്രം നമ്മളിത് വേണ്ടാന്ന് വെച്ച് ബാക്കി എല്ലാ വർഷങ്ങളും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ മരിച്ച വർഷം നമ്മൾ എന്തിനത് വേണ്ടാന്ന് വെക്കണത്? അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാനും അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആചാരമായതുകൊണ്ട് ഞാനായിട്ട് അതിന് മാറ്റം വരുത്തിയിട്ടില്ല. ഏട്ടം ഇല്ലാതെ അപ്പം നമുക്ക് എത്രയായാലും നമ്മളത് 1 വർഷത്തേക്ക് നമ്മളൊന്നും ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ ഇനി അഥവാ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടുകാർ അവരെന്നെ വെറുതെ വെക്കൂല കേട്ടോ. ഒരു കൊല്ലാവണേക്ക് മുന്നേ ആ പെണ്ണെടുത്തി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. അതുപോലെ തന്നെയാണ് അമ്മയും അച്ഛനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട മറ്റുള്ളവരോ നമുക്ക് അവരുടെ വേർപാട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ 1 വർഷം വരെ നമ്മൾ ഒരു കാര്യങ്ങളിലും പങ്കെടുക്കണില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ. അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ 1 വർഷം കഴിഞ്ഞാലും നമുക്ക് അവരോടുള്ള സ്നേഹമില്ലേ, അല്ലെങ്കിൽ അവർ വേർപെട്ടു പോയ അവരോട് നമുക്ക് ഓർമ്മയില്ലേ. അപ്പോൾ നമ്മൾ പിന്നെയുള്ള വർഷങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ അത് ആഘോഷിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ പറയും, പുലയിലിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് വീടൊക്കെ വെയിറ്റ് വാഷ് ചെയ്യണം, ഇല്ലെങ്കിൽ 1 വർഷത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പാടില്ല എന്ന് പറയണേക്കാം. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഒരു കാരണം കൊണ്ടല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് നഷ്ടപ്പെടുന്ന വേദന അല്ലെങ്കിൽ നമ്മുടെ ആ വേർപാടിൻ്റെ വിഷമം നമുക്ക്
നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളാണ് ചിന്തിക്കേണ്ടത് അതെന്താ വേണ്ടത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഓരോരുത്തരും അങ്ങനെയൊക്കെ ചിന്തിച്ച് മാറ്റങ്ങളൊക്കെ വരുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ ദിവസങ്ങൾ നിൽക്കാൻ പറ്റാത്തവർ പെട്ടെന്ന് ചടങ്ങ് തീർത്തിട്ട് പോകുന്നവരുണ്ട്. ഒക്കെ നമ്മുടെ സൗകര്യാർത്ഥം മാറ്റങ്ങൾ വരുത്തുകയാണ്. അപ്പോൾ ചിലതൊക്കെ നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ മാറ്റങ്ങൾ വരുത്തും, ചിലത് നമ്മൾ തീരുമാനം അതൊന്നും മാറ്റങ്ങൾ വരുത്താൻ പാടില്ല എന്നുള്ളൊരു എന്താ പറയുക കടുംപിടുത്തം പിടിച്ചിട്ട് നമ്മൾ നിൽക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ അതെന്തൊക്കെ ആയിക്കോട്ടെ, നമുക്ക് അതിലൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഈ അച്ഛനെയും അമ്മേനെയും പ്രത്യേകിച്ചും നമുക്ക് ഓർക്കാനായിട്ട് ഒരു ദിവസം ആവശ്യമില്ല എങ്കിലും നമ്മൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം നമ്മൾ പറയുന്നത് കൊണ്ടും എല്ലാവർക്കും മാതൃദിന ആശംസകൾ. ഇന്ന് എന്തായാലും മാതൃദിനമാണല്ലോ. അപ്പം അതുകൊണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാതൃദിന ആശംസകൾ. ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി വന്നിട്ട് നമ്മുടെ അമ്മയോട് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിൽ നമുക്ക് ചാരി നിന്നൊന്ന് പൊട്ടിക്കരയാൻ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോഴുള്ള വിഷമങ്ങളൊക്കെ നമുക്ക് പോവും. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ അമ്മയോട് എന്ത് വേണമെങ്കിൽ പറയാം. നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ അത് ഇരുന്ന് കഴിക്കാം, ഒന്നും പറയില്ല അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ അനുഭവിക്കാൻ പറ്റുന്നവർക്ക് തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാത്തവർ എന്നുണ്ടെങ്കിൽ പറയുമ്പോൾ അതൊക്കെ ഒരു ഓർമ്മനെയാണ്. ആ ഒരു വിഷമം തന്നെയാണ് കേട്ടോ. അത് അനുഭവിക്കുന്നവർക്ക് അറിയുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടെ മക്കളോട് എപ്പോഴും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് അവർക്ക് എന്തും നമ്മളോട് തുറന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അവരോട് കൂടിയിട്ട് ഇടപഴകുക. അതുപോലെ നമ്മൾ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇന്നതുപോലെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയെന്ന് വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ആൺകുട്ടികളോ പെൺകുട്ടികളോ എന്നുള്ള വ്യത്യാസമില്ല. ഓരോന്നും നമ്മൾ വീട്ടിൽ ഓരോ പണികൾ അവരെ ഏൽപ്പിച്ച് കൊടുക്കുക തന്നെ വേണം കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇന്നത്തെ കാലഘട്ടമല്ലേ ഈ മൊബൈലും തോണ്ടിയിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ മറ്റൊരാൾ അതായത് വീട്ടിൽ നിന്ന് അങ്ങനെ ശീലം പഠിപ്പിച്ച് വന്നു അല്ലെങ്കിൽ ഇങ്ങനെയെന്ന് പറയുന്ന രീതിയിലാക്കാത്ത രീതിയിൽ തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാനുള്ളൊരു പ്രാപ്തരാക്കി വിടുക തന്നെ വേണം അല്ലേ. അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനെ പേടി വേണം, പക്ഷേ അച്ഛൻ്റെ സ്നേഹം മക്കൾക്ക് വേണം. അപ്പോൾ സ്നേഹം കൊണ്ട് മാത്രം പോരാ, അമ്മയ്ക്കും അച്ഛനും മക്കളെ നോക്കാനുള്ള സാമ്പത്തികം കൂടിയും വേണം അല്ലേ. എന്നാൽ തന്നെയാണ് കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വേണം. അവരൊന്നും ആവശ്യപ്പെടുമ്പോഴത്തേനും കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ നടന്നു കിട്ടുന്ന പോലെ ചെയ്തു കൊടുക്കരുത്. നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകളും നമ്മുടെ വീട്ടിലത്തെ പരിസ്ഥിതിയും എല്ലാം അറിഞ്ഞ് പഠിച്ച് വേണം നമ്മുടെ മക്കൾ വളരാനായിട്ട് അല്ലേ. അപ്പോൾ ഇന്ന് മാതൃദിനമായിട്ട് ഞാൻ ഇങ്ങനെ ഉമ്മർത്ത് നിൽക്കുന്ന സമയത്ത് കണ്ടൊരു കാഴ്ച, ഒരു ഓന്തിൻ്റെ കുട്ടി ഇങ്ങനെ ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഓന്ത് അതിനെ പിടിച്ചു കൊണ്ടുവരികയാണ്, പിന്നെയും അത് ഓടുക, അങ്ങനെ അതാ ചെടിച്ചട്ടിയുടെ അടിയിൽ പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയത് കൊണ്ട് ഞാനൊന്ന് എടുത്തു എന്ന് മാത്രം എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഓന്ത് കുട്ടീനെ എടുത്ത് ഓടുന്നത്. അപ്പോൾ അത് കണ്ടു. അപ്പോൾ ഓരോ ജീവികളിലും ഉണ്ട്. അപ്പോൾ ഇന്ന് മാതൃദിനമായിട്ട് തന്നെ ഇന്നിങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ അതൊന്ന് ഞാൻ വീഡിയോ എടുത്ത് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.